ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ പുറത്തുള്ള രീതി വെച്ചിട്ട് ഒരു ഏജ് എത്തുമ്പോ അവര് മറ്റേ ചിൽഡ്രൻ ഇൻഡിപെൻഡന്റ് ആവും, പാരന്റ്സ് ആണെങ്കിൽ അവരുടെ ലൈഫായിട്ട് പോകും. ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന വർക്കാവുന്നു തോന്നുന്നുണ്ടോ? അതാണ് ഞാൻ ഈ പറഞ്ഞത്. അത് വർക്കാകുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ വിദേശത്ത് ചെന്നു അവർക്ക് പേരൻസിനെ കെയർ മീൻസ് അവർക്ക് വേണ്ട കെയർ കൊടുക്കാവുന്ന അല്ലെങ്കിൽ അവരെ ഒരു ഓൾഡ് ഏജ് ഹോമിലാക്കാനുള്ള സാമ്പത്തികമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കാവും. വർക്കായിരിക്കും. അല്ല, നമ്മുടെ ഈ കൾച്ചർ വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാല് ഈ നേരത്തെ പറഞ്ഞ പോലെ മക്കളെ തള്ളി പാരന്റ്സിന് അങ്ങനത്തെ ഒരു രീതിയിലല്ലേ കൂടുതലും അതെ, അതാണ് വരുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ചിന്താഗതികളിൽ മാറ്റങ്ങൾ മാറ്റം വരേണ്ട വരണ്ട. സമയമായിരിക്കുന്നു. അപ്പൊ ഈ സിനിമയിലുള്ള ബാക്കിയുള്ള കാസ്റ്റിങ്ങും ഇത് അവരെപ്പോഴുള്ള ശരിക്കും ബോണ്ടിങ്. ജൂമി കൈപ്പറാട്ട് എന്ന് പറയുന്ന ഒരു പുതുമുഖ സംവിധായകനാണ്. പക്ഷെ അദ്ദേഹം ഒരു 10-12ഓളം ഷോർട്ട് ഫിലിമുകൾ ചെയ്യുകയും ഷോർട്ട് ഫിലിമുകളിൽ മിക്കതിനും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അവാർഡുകൾ ലഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ അദ്ദേഹത്തിന് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഈ ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്ത്. അതുപോലെ നേഴ്സിംഗ്, അദ്ദേഹം ഒരു നേഴ്സാണ്. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള ചില അവാർഡുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ള ആളാണ്. പിന്നെ ഈ സിനിമ ഈ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു നേരത്തെ തന്നെ ഒരു ഷോർട്ട് ഫിലിം ഇതേ കൺസെപ്റ്റ്, അതായത് ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഈ സിനിമയിലേക്ക് നമ്മൾ അവലംബിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ തന്നെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള ചില സിറ്റുവേഷനുകളെയാണ് ഒരു സിനിമ രൂപത്തിലേക്ക് നമ്മൾ പകർത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ത്രെഡിൽ നിന്നാണ് ഇതിൻ്റെ ബാക്കി തിരക്കഥ. അത് സാബു ജെയിംസ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഞങ്ങളുടെ ഫിലിം സിനിമാറ്റോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഒപ്പം സ്ക്രിപ്റ്റും അദ്ദേഹമാണ് ബാക്കി ചെയ്തിരിക്കുന്നത്. അങ്ങനെ പിന്നെ സിനിമയിൽ നായകനായിട്ട് പ്രശാന്ത് മുരളിയാണ്, നായികയായിട്ട് ഐശ്വര്യ നന്ദൻ എന്ന് പറയുന്ന ഡൽഹി ബോൺ ആൻഡ് ബോട്ടപ്പ് ആയിട്ടുള്ള ഒരു പുതുമുഖ നടി എന്ന് പറയാവുന്ന നായികയായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആദ്യമായിട്ടൊരു വർക്കിലേക്ക് വരുന്നതാണ്. പക്ഷേ നേരത്തെ സിനിമകളിൽ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ മറ്റ് സിബി തോമസ് സാർ, DYSP, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ട് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ സുനിൽ സുഗത, അതുപോലെ കോട്ടയം രമേശ്, പിന്നെ ടിങ്കിൾ സൂര്യ, പിന്നെ RJ സൂരജ്, അങ്ങനെ കുറച്ച് തോമസ് ഊട്ടി എബ്രഹാം, അദ്ദേഹം കുറച്ച് സീരിയലിലൊക്കെ ഉണ്ട ഒരു കക്ഷിയുണ്ട്. അങ്ങനെ കുറേയധികം അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് ഉണ്ട്. ആ കൂട്ടത്തിൽ കുറച്ച് പുതുമുഖങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം 3-4 സിനിമകൾ ഓൾറെഡി ചെയ്തിട്ട് അതുവരെ റിലീസാകാത്ത കുറേ ആക്ടേഴ്സ് ഉണ്ട്. അപ്പം ഞാനൊക്കെ ഉൾപ്പെടുന്നത് ആ ഗണത്തിലാണ്. ഞാൻ ഒരു വട്ടം കൂടി എന്ന് പറഞ്ഞൊരു മൂവി റിലീസായിട്ടുണ്ട്. ഭഗവാൻ ദാസന്റെ രാമരാജ്, അതിലൊരു ചെറിയ വേഷം ഉണ്ടായിരുന്നു. അങ്ങനെ 1-2 സിനിമകൾ റിലീസായതുണ്ട്. അല്ലാതെ കുറേയധികം സിനിമകൾ ഇങ്ങനെ പണിപ്പുരകളിൽ ആണ്. ആ കൂട്ടത്തിൽ മറ്റൊരു വർക്കാണ് ഇപ്പോൾ നിലവിൽ കരുതൽ. അത് ഏകദേശം ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി. നവംബറിലെ ഡിസംബറിലേക്ക് റിലീസ് എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുന്നു.